സദസ്സിന് നമസ്കാരം. ഇനി ഞാൻ പറയാൻ പോകുന്നത് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പുതുതലമുറയുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ചാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിന്റെ രാഷ്ട്ര നിർമ്മാണത്തിലും സാഹിത്യ വികസനത്തിലും യുവാക്കൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അവരാണ് ഭാവി നേതാക്കളും രാഷ്ട്രീയ ഭാവി രൂപപ്പെടുത്തുന്നവരും. അതുകൊണ്ട് അവർ അംഗീകരിക്കുകയും നല്ല ആരോഗ്യ വിദ്യാഭ്യാസം പരിശീലനം നൽകുകയും ചെയ്യേണ്ട നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ പല വിധത്തിലുള്ള സോഷ്യൽ സർവീസിൽ പങ്കാളിയാവുവാനും മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ പങ്കുചേരുവാനും അത് ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാനും കുട്ടികൾക്ക് കഴിയണം. സ്വന്തം കാര്യം ചിന്താബ എന്ന് മാറ്റി നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ ഒരു തലമുറയ്ക്ക് സാധിക്കട്ടെ. പുതുതലമുറയുടെ ഊർജവും ശക്തിയും ധൈര്യവും കഴിവും നമ്മുടെ നാടിന്റെ പുരോഗതിയെ ആവശ്യമായ വിധത്തിൽ വളരുവാൻ വേണ്ട തൊഴിൽ അവസരങ്ങൾ സർക്കാർ രൂപീകരിക്കണം. കാരണം നമ്മുടെ നാടിന്റെ നട്ടലാണ് പുതുതലമുറ. എന്നാൽ ഇപ്പോൾ ജോലി ചെയ്ത് അന്യദേശത്ത് യുവാക്കൾ പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ സാരമായി ബാധിക്കാറുണ്ട്. രാഷ്ട്രീയ ഫെഡറലിനെ നമ്മുടെ രാജ്യം സ്നേഹിക്കുവാനും പാർട്ടിയും കൊടിയും നോക്കാതെ സാമൂഹിക പ്രശ്നങ്ങൾ ഇടപെടുവാനും പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ. ജാടമട ഫെഡറലിനെ എല്ലാവരുമായിട്ട് കൂട്ടുകൂടാൻ കുട്ടികളെ ചെറുപ്പം മുതലേ പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇന്നത്തെ കുട്ടികളാണ് പെരുന്നാളുകൾ നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ടത്. ജീവിതത്തിലുണ്ടാവുന്ന തോൽവിയെ കണ്ട് ഭയപ്പെടാതെ അതിനെ ചവിട്ടി മുന്നോട്ട് കുടിച്ചുയരുവാൻ പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ. പഠിത്തം കഴിഞ്ഞിട്ടും ജോലി കിട്ടിയില്ല എന്ന വിഷമത്തിൽ ജീവിതം കളയാതെ കൃഷിയിലേക്ക് തിരിഞ്ഞ് വിഷരഹിതമായ ഫലങ്ങളും പച്ചക്കറികളും ഉണ്ടാക്കാൻ പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.